ഇപ്പോഴും ഞാനിതൊന്നും പറയില്ലായിരുന്നു. പക്ഷെ ഇന്നലെ വന്ന വാർത്തയാണ് എന്നെ വേദനിപ്പിച്ചത്. സ്വത്തും സ്ഥലവും തട്ടിയെടുത്തു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത്രയും തുറന്നു പറയാൻ കാരണം. ഞാൻ എൻ്റെ മരുമോളെ പീഡിപ്പിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഭാര്യയും ഭർത്താവും ലിവിയും അവരുടെ ഫാമിലിയായിട്ട് ഭയങ്കര എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ ആ കൊച്ചിനെയും കൂടി നമുക്ക് കാണിച്ചിട്ടില്ല. മരുമോള് വീട് വിട്ട് ഇറങ്ങിപ്പോയി. വീട്ടുകാർക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഇവർക്ക് പെട്ടെന്ന് കല്യാണം നടത്തണം. അതൊക്കെ കല്യാണം കഴിയുമ്പോൾ നമ്മൾ തടി കുറപ്പിക്കാം. അങ്ങനെ ഷീല സണ്ണിക്ക് ഹസ്ബൻഡില്ല. ഞാൻ കുറേ കമൻസൊക്കെ വായിക്കുമ്പോൾ നമ്മൾ സ്ത്രീധനമായിട്ട് ഒന്നും ചോദിച്ചിട്ട് നമ്മൾ അവളുടെ സ്വർണം കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് മൊബൈൽ ഷോപ്പ് തുടങ്ങിയത്. എനിക്കതായിട്ട് ഒരു ബന്ധമില്ല. എൻ്റെ കയ്യിൽ 5 പൈസ തന്നിട്ടും ഇല്ല. അവളുടെ അമ്മ പറഞ്ഞു എൻ്റെ മോൾക്ക് ഒരു കുഴപ്പമില്ല, അവിടെ കല്യാണം കഴിച്ച പിന്നെയാണ് എൻ്റെ മോൾക്ക് കുഴപ്പം. ഇപ്പം എൻ്റെ മോളാണെങ്കിലും ഞാൻ പറയില്ല എങ്ങനെയൊക്കെ. അത് നമ്മൾ പീഡിപ്പിക്കുകയല്ല. അവൾക്ക് ചൂലൊക്കെ എടുത്തെങ്കിൽ അലർജിയാണെന്നാ പറയണത്. വീട്ടിൽ അടിച്ച് ഇവിടെ എണീക്കുമ്പോൾ തന്നെ 11 മണി 12 അവള് നമ്മൾ പറയുന്നത് കേൾക്കൂല. ആ വസ്ത്രം തന്നെ ഇട്ടിട്ട് പോവാ. ഹസ്ബൻഡ് എന്തായെങ്കിലും ആള് പറയും നല്ല ഡ്രസ്സ് ഇട്ടിട്ട് പോവാ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അത് അവളുടെ അമ്മയും പറയാറുണ്ട് കേട്ടോ. നല്ല കറി വെക്കുമ്പോൾ മോന് പറയും അവളോട് വെച്ചെങ്കിൽ മതി. അങ്ങനെയൊക്കെ ആയിരുന്നു. നല്ല സ്നേഹമായിരുന്നു. അവരിന് 5 പൈസ ഞാൻ എൻ്റെ കൈകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല. മോന് വാങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞെങ്കിൽ ബോയ് ഫ്രണ്ട്സ് കുറേ പേരുണ്ട്. അങ്ങനെ ഇവളുടെ ബോയ് ഫ്രണ്ട്സാണെന്ന് പറഞ്ഞിട്ട് കുറേ ചെറുക്കന്മാർ വരാറുണ്ട്. വണ്ണത്തിൻ്റെ പേര് ഇതൊരിക്കലും കളിയാക്കിയിട്ടില്ല. ബോയ് ഫ്രണ്ട്സ് ആണെങ്കിലും ഇവർ രാത്രി 3 മണി 1 മണിക്കൊക്കെ ഇവർ എന്തായെങ്കിലും വീട്ടിൽ അവൻ കയറി വരുമ്പോൾ മമ്മീനെ വിളിച്ചിട്ടാണ് വരിക. ചെയ്യാത്ത കാര്യത്തിന് വേണ്ടി 72 ദിവസം കിടന്നു കുറേ അപവാദങ്ങൾ കേട്ടു. ഇവര് ഒറിജിനൽ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം ഞാനിപ്പോൾ ഓർക്കണം, ദൈവം നൈജീരിയക്കാരൻ വഴി എന്നെ രക്ഷിച്ചതായിരിക്കും.